ഇവര് പറഞ്ഞു അത് നരിയാപുരം വേണും ടീമും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിച്ച്. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒരു കോമഡി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് റിഹേഴ്സലിനുള്ള ടൈമൊന്നും ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ ഇറങ്ങി വന്നത് എന്തിന്? ഇറങ്ങി വന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെന്ന് പറയാൻ നമ്മൾ ഒരു സാറേ അനൂപിന്റെ അടുത്ത് രതീഷിന്റെ അടുത്ത് ഈ സംഭവം ഞങ്ങൾ കേൾപ്പിച്ചതാ. പെട്ടെന്ന് അവര് മാറ്റാൻ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചിരിപ്പിക്കാനുള്ള സാധനം എങ്ങനെ എഴുതും സാറേ? വിഷമമുള്ളതുകൊണ്ട് പറയുക. ടെക്നിക്കലായിട്ട് ഒരു ലൈറ്റ് ഓഫ് ആയാൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തിട്ടെടുക്കാം. അതൊക്കെ തെറ്റല്ല. ഇത് നിങ്ങളുടെ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓഫ്കോഴ്സ്. പക്ഷെ നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റി ഷോ അല്ലേ നെൽസൺ ചേട്ടാ? എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. ജോബി ഒരു മിനിറ്റ് ജോബി, ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഒരു മിനിറ്റ് ജോബി. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പാടില്ല. ഇത് സ്റ്റേജിൽ നിൽക്കൂ, ഞങ്ങൾ പറയാനുള്ളത് കേൾക്കണം. ശ്രുതിയെടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ. ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ട് വന്ന് പെട്ടെന്ന് ഇവര് മാറ്റാൻ പറയുമ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് എടുത്തിട്ട് വെച്ചു. അതൊക്കെ വിഷയം വേറെയാണല്ലോ. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഹലോ അങ്ങനെ അതൊരു ധിക്കാരപരമായിട്ടൊന്നും സമീപനം പാടില്ല. ഞാൻ പറയാതെ ഇത് ജഡ്ജസ് പറയുന്നത് കേൾക്കൂ, കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. സംസാരിച്ച് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഒരു മിനിറ്റ് ശ്രുതി, ഒരു മിനിറ്റ്. 3 പ്രാവശ്യം പറഞ്ഞു സാറേ കയറിയപ്പം 3 പ്രാവശ്യം ചേട്ടൻ ഒരു പീസ്. ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇവിടുന്ന് എന്തുകൊണ്ട് തെറ്റുപറ്റി? ചോദിക്കാം, ഞാൻ ചോദിക്കാം. അത് ഞാനാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ചോദിക്കേണ്ടത്. ചോദിക്കട്ടെ, നിങ്ങളടുത്ത് പറഞ്ഞിരുന്നോ? ഓർക്കസ്ട്രയോട് പറഞ്ഞിട്ടില്ല. നെൽസൺ ചേട്ടാ ഒന്ന് പറയൂ, ഓർക്കസ്ട്രയോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ മ്യൂസിക്കിനെ പറ്റി. ഓർക്കസ്ട്ര മറന്നുപോയാൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. നല്ല ടേക്ക് ഓഫ് ആയിരുന്നു നിങ്ങളുടെ പ്രോഗ്രാം. എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ഷോ ആയിരുന്നു ഇത്. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഈ ചോറ് കൊണ്ടുവന്ന എല്ലാ പച്ചും നോക്കി നോക്കണ്ട. ഒറ്റ പച്ച എനിക്ക് നോക്കിയാൽ മതി. അതുപോലെ അത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ. അല്ലേ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം പ്ലീസ്. അങ്ങനെ ഫീൽ ചെയ്യണം, നമുക്കും ഫീൽ ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് പാടില്ല. ഇതുവരെ നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അതെ അത് കുഴപ്പമില്ല. ആ ഫീലായിരിക്കാം, അത് കുഴപ്പമില്ല. ഇതിന് മോശം മാർക്കെന്ന് നിങ്ങൾ ഇപ്പോഴേ അങ്ങ് നിങ്ങളെ മുൻവധി എഴുതുന്നത് എന്തിനാണ്? ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് നിന്നുപോയില്ല സാറേ. അത് ജഡ്ജസ് ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്തെങ്കിൽ ഇവിടെ എന്നോട് പറയാതെ അത് പ്രേക്ഷകരോട് ക്ഷമിക്കണം. എല്ലാത്തിലും ഇങ്ങനെ ചാടി സംസാരിക്കരുത്. ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം സംസാരിക്കുന്നത്. സംസാരിക്കുന്നത് ഞാൻ ബാക്കിലോട്ട് നമ്മളോട് സംസാരിക്കാൻ സാധനം സംസാരിക്കും. മൊഡോഫോൺ കോമഡി എന്ന് പറയുന്നതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വരും മാനസികമായിട്ടും. എല്ലാവർക്കും നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളാ. ഇതൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇതുവരെയായിട്ട് നിങ്ങൾ ശരിക്കും പെർഫോം ചെയ്യണ്ടായിരുന്നു. തുടക്കത്തിൽ തൊട്ട് ഇതുവരെയായിട്ട് ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. ഓഡിയൻസ് എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് കട്ട് എന്തിനാ വിളിച്ചത്? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ബാക്കി ഈ കഥ ഇപ്പൊ ജഡ്ജസ് അറിഞ്ഞില്ലേ? അവര് ഡിസൈഡ് ചെയ്യട്ടെ മാർക്സും കമന്റ്സ് ഒക്കെ. അതെങ്ങനെ നിർത്തണം? തീരുമാനം ഞങ്ങളാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയൂ. അല്ലല്ല, ഞങ്ങൾ പിന്മാറാൻ തീരുമാനിച്ചു. അത് പറ്റില്ല. ശരിയായിട്ടുള്ള രീതിയല്ല. അത് തെറ്റാണ് ജോബി, അത് തെറ്റാണ്. നിങ്ങൾ ഇവിടെ കമ്മിറ്റ്മെന്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്യണം. തെറ്റാണത്. എല്ലാവരും ക്ഷമിക്കണം, ജഡ്ജസ് ക്ഷമിക്കണം, ഓഡിയൻസ് ക്ഷമിക്കണം. ഇത് VIP ടീമിന്റെ തരിവിട എന്നൊരു ചെറിയ പ്രോഗ്രാമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈയ്യടിക്കും. ഞങ്ങളുടെ ക്യാമറാമാനുണ്ട് തരിവിട ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ അജി മൈനാപ്പള്ളി. എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ശ്രുതിക്ക് താങ്ക് യു വെരി മച്ച്.
like before ending the program, stay tuned to Vodafone Comedy Stars. നിങ്ങൾ കുറെ നേരം ഓഡിയൻസിനെയും ഞങ്ങളെയൊക്കെ ഒരു പരിധിവരെ വിഡ്ഢികളാക്കി. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാലുമംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാലുമംഗലം. ഇതൊക്കെ ഇപ്പോഴേ എന്തിനാ ഡിസ്കസ്, അപ്പൊ ഡിസ്കസ് ചെയ്താ പോരായോ? ഒരു പ്രശ്നമില്ല.